പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശേഷത്തൊക്കെ ഓർത്തു, നമുക്ക് വളരെ താമസിച്ചാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമൊക്കെ കിട്ടിയെന്ന്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഭയങ്കര ദൈവം അലോട്ട് ചെയ്യണത് ഭയങ്കര പിശുക്കായിട്ടാണ്, ഭയങ്കര സപ്ലൈ ഷോർട്ടാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങളോർക്ക് അച്ഛൻ്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കുമെന്ന്. അതല്ല എൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യവഹാരിക സാധാരണ ജീവിതമില്ലേ, അതിൻ്റെയും കുന്നായ്മകളും അതിൻ്റെ ഒരു തടസ്സങ്ങളും തട്ടുകേടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മനസ്സിലാക്കി വളരെ ഒരു ഗ്രീൻ ചാനലിലൂടെ ജീവിതം കൊണ്ടുപോകണമെങ്കിലും പരിശുദ്ധാത്മ മസ്റ്റാണ്. നിങ്ങളൊക്കെ പല കാര്യങ്ങളത് കൊണ്ടുപോകുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് അറിയത്തില്ല.
അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണില്ല. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന് വേണ്ടി എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ എല്ലാം നിർത്തി, എഴുത്താണെങ്കിൽ എഴുത്ത്, വേറെ എന്തെങ്കിലും ചെയ്തിരിക്കണമൊക്കെ നിർത്തിയിട്ട് വെറുതെ ഇരുന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പിതാവിനോട് പറയും, പിതാവേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പറഞ്ഞു, നീ വചനം വായിച്ചാൽ മതി എന്ന് പറയും. നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പരിശുദ്ധാത്മാവിനെ നിറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ നിറയാനുള്ളത് പ്രാർത്ഥനയെക്കാളും നമ്മൾക്ക് ഏറ്റവും ഈസി എന്താണെന്ന് അറിയാമോ? ഈ നിങ്ങൾ ഉടമ്പടിയിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കലേ, അത് ഉടമ്പടിയുടെ ഒരു ആചാരം പോലെ വായിച്ചു വിടരുത്. അത് പരിശുദ്ധാത്മ നിറയാൻ വേണ്ടിയാണ് വായിക്കേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞില്ലേ വായിച്ചത്? 2 തിമോത്തിയോസ് 1:6. 2 തിമോത്തി 1:6 ഒരു വചനമുണ്ടേ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് നമ്മുടെ മനസ്സിനെ റീഫോർമാറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യം എന്താണ്? പത്രോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവവചനം വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ വചനം എടുത്തേ. 2 പത്രോസ് 1:20-21. 2 പത്രോസ് 1:20-21 വായിച്ചേ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഇപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രോഡക്റ്റാണ് ഈ വചനം എന്ന് പറയണത്. ഇനി നമ്മൾ ഈ 2 പത്രോസ് 1:20 നമ്മളിനി 2 തിമോത്തി 1:6 ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? എൻ്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ഊതിക്കത്തി ദൈവിക വരം കൈവെപ്പിൽ ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിവേ. എങ്ങനെ നമ്മൾ ഊതിക്കത്തിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയ വചനം നമ്മൾ ആത്മാവിൽ വായിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഊതിക്കത്തിക്കപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ഏഞ്ചൽ താര എന്നും പറഞ്ഞൊരു മോള് ഒരു സാക്ഷ്യം പറഞ്ഞു. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു പോകുന്നു. എന്താ കാര്യം? കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞൊരു വചനമുണ്ട്. രോഗശാന്തി വരം പോലൊരു വരവാണത്, കണ്ണീരിൻ്റെ വരം. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമുണ്ടല്ലോ, ദെൻ ജീസസ് വെപ്റ്റ്, അപ്പോൾ കർത്താവ് അവൻ കരഞ്ഞു എന്ന് പറയും. ചില അത് എന്താ കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ദൈവസ്നേഹം, അതായത് തൻ്റെ യാത്രയുടെ അവസാന മണിക്കൂറാണ്. എന്നിട്ട് ജെറുസലേം തന്നെ അറിയണില്ല, ഇനി തനിക്ക് ഈ രൂപത്തിൽ വരാൻ പറ്റത്തില്ല. ജെറുസലേം എത്ര കാലം നിന്നെ പിടക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിലാക്കുന്ന പോലെ ഞാൻ എൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ചു. അപ്പോഴും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ സന്ദർശനത്തിൻ്റെ സമയം. കണ്ണ് നിറഞ്ഞു പോയി. അതാണ് കണ്ണീരിൻ്റെ വരവെന്ന് പറയുന്നത്. ലാസ്റ്റിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കണ്ണ് തുളുമ്പുന്നുണ്ട്. ഇതുപോലെ ഏഞ്ചൽ താര പറഞ്ഞു, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എന്നെ കണ്ണ് തുളുമ്പിപ്പോയെന്ന്. ദൈവസ്നേഹം നിറയുമ്പോഴാണ് കണ്ണ് തുളുമ്പുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അല്പം കുറവാണെന്ന് അതിൻ്റെ പവർഫുൾ അല്ലെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പമാർഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പാട്ടുപാടുകയല്ല. കർത്താവ് പരിശുദ്ധാത്മാവ് എഴുതിയ വചനം എടുത്ത് ഭക്തിപൂർവ്വം കുറേ നേരം വായിക്കണം. അതാണ് ഉടമ്പടിയിൽ
വചനവായ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഫീ റെഗുലേഷൻ കമ്മിറ്റിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അങ്ങനെ ഗവൺമെൻറ് റൂളുള്ളതാണ്, നിങ്ങൾ ഫീസ് അടയ്ക്കണം, ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റും തരില്ല. പിന്നെ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ആ കോളേജുകാരുടെ നല്ല മനസ്സാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തില്ലാത്ത ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, സിസ്റ്ററിനെ നേരിട്ടൊന്ന് പോയി കണ്ട് നമ്മുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു നോക്ക്, എന്തെങ്കിലും ഇളവ് ചെയ്ത് തരുന്ന സർട്ടിഫിക്കറ്റ് തരുവാണെങ്കിൽ നമുക്ക് മാറ്റി കൊണ്ടുവരാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ പഠിക്കട്ടെ. അല്ലാതെ 2.5 ലക്ഷം രൂപയോളം ഏകദേശം അടച്ചെങ്കിലേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അത് അടച്ച് നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് ഹസ്ബൻഡ് നേരിട്ട് പോയി ചെന്ന് കണ്ട് സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഇല്ലായിരുന്നു, വൈസ് പ്രിൻസിപ്പളായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ട്, അത് കൂടി തീരുമാനം അറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ, എന്തായാലും കുറേയെങ്കിലും അടയ്ക്കാതെ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് അറിയിക്കാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. ഡിഗ്രിക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയമായി, ഡേറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിസ്റ്റർ ഒരു 3-4 ദിവസമായിട്ടും വിളിച്ചില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊരു അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, നിനക്ക് നല്ലതായിരിക്കുന്നത് മറ്റൊരാൾക്ക് നല്ലതായിരിക്കില്ല എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ നിർബന്ധം കുറേ ഉണ്ടായിരുന്നു അവൾ നേഴ്സിങ്ങിന് പോകാൻ, അപ്പോൾ അവൾക്ക് അതല്ലായിരിക്കും നല്ലത്. അതുകൊണ്ട് അമ്മേ മാതാവേ, അവൾക്ക് നേഴ്സിംഗ് ആണ് അമ്മ നല്ലതെന്ന് വിചാരിക്കുന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരണ്ട, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കാതെ തന്നെ ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോക്കോ, ഒരു പൈസയും തരണ്ട, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളിപ്പോൾ ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, എൻ്റെ മകൻ BArcന് പഠിക്കുകയാണ്. 3rd ഇയർ കഴിഞ്ഞു. 4th ഇയർ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ഉള്ളതാണ്. ഇൻറ്റേൺഷിപ്പിന് അവർ 3rd ഇയർ ഒരു പകുതി ആകുമ്പോൾ തന്നെ പല കമ്പനികളിലേക്കും പ്രൊഫൈലൊക്കെ അയച്ച് ആപ്ലിക്കേഷൻ അയച്ച് കാത്തിരിക്കും. അപ്പോൾ 4th ഇയർ ജൂൺ മാസത്തിൽ ഇൻറ്റേൺഷിപ്പ് തുടങ്ങണം. പക്ഷേ മെയ് ആദ്യമൊക്കെ തന്നെ ഓരോ കമ്പനിയിൽ നിന്നും വിളിച്ചു തുടങ്ങും ഇവരെ. പക്ഷേ ഒരു മെയ് 10 ആയിട്ടും ഇവൻ എന്നെ എന്നും വിളിക്കുമ്പം പറയും, അമ്മ എനിക്ക് മാത്രം ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും വിളിച്ചില്ല, ഏകദേശം ഒരു 10-60 കമ്പനിയിൽ അയച്ചതാണ്, എന്നെ മാത്രം വിളിച്ചില്ല അമ്മേ. ഓരോ കൂട്ടുകാർക്കൊക്കെ വന്നു തുടങ്ങി. എനിക്ക് പരീക്ഷ 3rd ഇയറിലെ പരീക്ഷയും നടന്നുകൊണ്ടിരിക്കും, എനിക്ക് ആകെ ടെൻഷൻ, അമ്മ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും. അപ്പം ഞാൻ എന്നും അവനോട് പറയടാ, നീ പേടിക്കണ്ട, മാതാവ് നിനക്ക് സാധിച്ചു തരും, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഇതിന് ശേഷം മെയ് 10-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവിടെ മെയ് മാസം വണക്കം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയ് മാസം വണക്കത്തിൽ
ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യവും ഒരാവശ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റിയില്ല. അപ്പോൾ 16-ാം തീയതി ഉടമ്പടി ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ വന്നു. ഞാൻ വന്നില്ല, മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഹസ്ബൻഡ് വന്ന വഴിക്ക് ബസ്സിലിരുന്നപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ പപ്പ എനിക്കൊരു ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻറ്റേൺഷിപ്പിന് വിളി വന്നിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് ചെല്ലാം, ഞായറാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ കയ്യിൽ ഞാനൊരു കാശ് രൂപം തന്നിട്ടില്ലേ, അതും കൊണ്ട് നീ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, നിനക്കൊരു കുഴപ്പവും വരില്ല, അതിന് കിട്ടും, തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. ഞായറാഴ്ച അവൻ ഇൻ്റർവ്യൂവിന് പോയി. അവൻ ആ ഇൻറ്റേൺഷിപ്പ് കിട്ടി. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പാലായിൽ. മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു 3-4 മാസമായിട്ട് 4-5 മാസമായിട്ടുണ്ട് കാലിലും കയ്യിലും ഒക്കെ ഒരു അലർജി വന്നു. അതിങ്ങനെ കൂടി വന്നു. അവസാനം മുഖത്തും തലയിലും ഒക്കെ വന്നു. എന്ത് ചെയ്തിട്ടും കുറയുന്നില്ലായിരുന്നു. കുറേ മെഡിസിനൊക്കെ എടുത്തു, പക്ഷെ ഒന്നും കുറഞ്ഞില്ല. സ്കൂൾ തുറക്കാറായി. അധ്യാപകനാണ്. അപ്പോൾ ഞാനിങ്ങനെ മെയ് ലാസ്റ്റ് ഒരു 25-26 ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സ്കൂളിൽ പോയി കുട്ടികളുടെ മുന്നിലും അധ്യാപകരുടെ മുന്നിലും നിൽക്കേണ്ടതാണ്. മുഖത്തൊക്കെ ചൊറിഞ്ഞ് ആര് കണ്ടാലും ചോദിക്കും, ഇതെന്നെ പറ്റിയതാണെന്ന് ആദ്യമേ ചോദിക്കും. അതുപോലെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാണക്കേടുണ്ടാക്കല്ലേ അമ്മേ, എന്തായാലും ആ മുഖത്തെങ്കിലും ഒന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. എന്തായാലും സ്കൂൾ തുറക്കുന്ന ഇതിൻ്റെ തലേ ദിവസം ഞാൻ തൈലവും പുരട്ടി ഉപ്പും തേനും കൊടുക്കുന്നുണ്ടായിരുന്നു. ആ മുഖത്തുണ്ടായിരുന്ന വൃത്തികേടായിട്ടുണ്ടായിരുന്ന എല്ലാം മാറിക്കിട്ടി. ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോമിശിഹായ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാനിവിടെ പറയാൻ പോകുന്ന എൻ്റെ മകൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ പേര് ജിബി ഫ്രെഡി. ഞാൻ വരുന്നത് ഒല്ലൂരിൽ നിന്നാണ്, തൃശ്ശൂർ ഒല്ലൂരിൽ നിന്നാണ്. എൻ്റെ മകൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകന് 4 വയസ്സുള്ളപ്പോൾ മുതലൊരു അലർജിയുടെ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഞങ്ങൾ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴായിരിക്കും മേത്തൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കുറുമ്പിൻ്റെ ആയിരിക്കും, എന്തെങ്കിലും പറ്റിയതായിരിക്കും, വീണതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മുഖത്തൊക്കെ വലിയ മുഴ, ഹാമർ കൊണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് വരുന്ന രീതിയിലുള്ള മുഴയാണ് വരിക. അപ്പോൾ ഞാനത് വീണിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈകൊണ്ട് നന്നായി ഉടച്ച് ആ വേദന, പക്ഷെ അവൻ്റെ വേദന ഉണ്ടാവില്ല, പക്ഷെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തടിച്ച് നിൽക്കും. വൈകുന്നേരം ആകുമ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ചൊറിച്ചിലായിരിക്കും. അപ്പോൾ അതൊരു 4 വയസ്സ് വെച്ച് തുടങ്ങിയെങ്കിലും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അത് 5-ാം ക്ലാസ്സിലായപ്പോൾ അവന് ഭയങ്കരമായിട്ട് കൂടി. വൈറ്റ് ഡ്രസ്സൊക്കെ സ്കൂളിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ പേനയ്ക്ക് വെച്ചിട്ട് ആ കുട്ടിക്ക് കടിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ മാന്തുമായിരുന്നു. പിന്നെ പഠിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാലും ചൊറിയുക, രാത്രി കിടക്കാൻ പറ്റില്ല, പൗഡർ ഇട്ടാലും പറ്റില്ല, അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. തലയിലൊക്കെ നിറച്ചും ഹാമർ കൊണ്ട് അടിച്ച പോലെ വലിയ മുഴ വരുമായിരുന്നു. അപ്പം ഞാനിത് എന്താണാവോ കുട്ടിക്ക് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ആകെ ടെൻഷൻ. എനിക്ക് അലർജി ആണെന്നൊന്നും എനിക്കറിയില്ല, കാരണം എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടത് കാണുന്നത്. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അർത്തുങ്കൽ പള്ളിയിലേക്കാണ് നേർന്നത്. എനിക്കിതിനൊരു പോംവഴി കാണിച്ചു തരണമെന്ന് ഞാൻ ആദ്യം നേർന്നത് അങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഇതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നേർന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് 1 വർഷം ചെയ്തു, അതങ്ങനെ കുറഞ്ഞു. പിന്നീട് വീണ്ടും ഈ മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. അപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ഞാൻ മെയ് 24-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാൻ അതിന് ശേഷത്തെ പിറ്റത്തെ തിങ്കളാഴ്ച ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഉപ്പും അതുപോലെ തന്നെ തൈലവും എല്ലാം ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥന എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാനായിട്ടുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് അറിവ് ഞാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഇവിടെ സൗഖ്യത്തിൻ്റെ ഇതിൽ പറയണ്ടായിരുന്നു, തൈലം കൊണ്ടുള്ള അലർജിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതിരുന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്ന് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഏറ്റവും നല്ല മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, നീ വായോ എന്ന് പറഞ്ഞ് അവനെ ഞാൻ നിർത്തി. അവൻ്റെ തലയിലും അതുപോലെ തന്നെ അവൻ്റെ നാവിലും ഞാനിത് വിശ്വാസമാണ് എത്തിച്ച് പുരട്ടി കൊടുത്തു. അതിനുശേഷം ഇന്ന് വരെ അവൻ എന്ത് കഴിച്ചിട്ടായാലും അവന് യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പം നല്ല കുട്ടിയായിട്ട്. അതുപോലെ തന്നെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ചെകുത്താൻ കണ്ട കുരിശിൻ്റെ പോലെയാണ്, ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല, എപ്പോഴും മൂത്രമൊഴിക്കാൻ പോവുക, ഇങ്ങനത്തെ ഓരോ ടെൻഷനുകൾ. പ്രാർത്ഥന എത്തിക്കാൻ നിന്ന കുടുംബ പ്രാർത്ഥനയ്ക്ക് അവനെ എത്തിക്കൂല്ല, നമ്മളിട്ട് എത്തിപ്പിക്കൂല, അങ്ങനത്തെ അവസ്ഥ. അപ്പം ഞാൻ മാതാവിനോട് നിയോഗത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മക്കളെ ദൈവപുത്രനെ വളർത്തിയ പോലെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്,
അവരെ വളർത്തണം, അവരെ രണ്ടുപേരെയും ദൈവപുത്രനെ വളർത്തിയ പോലെ തന്നെ എനിക്ക് വളർത്തി നീ തിരിച്ചു തരണം. എനിക്കറിയില്ല അമ്മയെ മക്കളെ വളർത്താൻ, എനിക്കറിയില്ല, അമ്മ മാതാവ് എന്നെ എനിക്ക് വളർത്തി തരണം എന്ന് പറഞ്ഞ മാതാവിൻ്റെ കീഴിൽ ഞാൻ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം അവൻ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വരും, നമുക്ക് അമ്മ പ്രാർത്ഥനയ്ക്കാം, എന്താ അമ്മയ്ക്ക് നേരം വൈകണ പ്രാർത്ഥിക്കാൻ, അമ്മ വാ. അപ്പം ഞാൻ പറയും എല്ലാവരും കൂടി ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല എത്തിക്കുക, എല്ലാവരും കൂടി വന്നിട്ട് ഒരുമിച്ചാണ് എത്തിക്കുക. അപ്പോൾ ഒരുമിച്ച് എത്തിക്കുക. അപ്പോൾ അവൻ തന്നെ മുൻകൈ എടുത്ത് അവൻ തന്നെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും സ്തുതി കൊടുത്ത് തൈലം പൂശുന്ന സമയത്ത് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അപ്പയ്ക്കും അമ്മയ്ക്കും ഉമ്മയൊക്കെ തന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ